വികസനം നിലമ്പൂരിന് അന്യം. ദുരന്ത പുനരധിവാസത്തിൽ പോലും സർക്കാർ ജനങ്ങളെ കൈയൊഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി മത്സരിക്കും. ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത മാറ്റുരയ്ക്കുന്ന ഉപതിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ SDPI സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി മത്സര രംഗത്തുണ്ടാവുമെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ചിലർ മണ്ഡലത്തെ കുത്തകയാക്കി വെച്ചിട്ടും നിലമ്പൂരിലെ ജനതയ്ക്ക് വികസനം ഇന്നും കിട്ടാക്കനിയാണ്. മൂന്ന് മുന്നണികളുടെയും വികസന വായ്ത്താരികൾ പൊള്ളയാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം വോട്ടർമാർക്കുണ്ട്. PV അൻവറിനെ തിരഞ്ഞെടുത്തെങ്കിലും ഭരണ പങ്കാളിത്തം ഉണ്ടായിട്ട് പോലും ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ലഭിച്ചിട്ടില്ല. കേരളത്തെ ഞെട്ടിച്ച കവളപ്പാറ ദുരന്തം കഴിഞ്ഞ 5 വർഷം പിന്നിട്ടിട്ടും ദുരന്തബാധിതരുടെ പുനരധിവാസം പോലും എങ്ങും എത്തിയിട്ടില്ല. കവളപ്പാറയിലെ മുത്തപ്പൻകുന്ന് ഘോര ശബ്ദത്തോടെ ഇടിഞ്ഞു കുത്തിയൊലിച്ച് 59 മനുഷ്യരാണ് മണ്ണിനടിയിലായത്. 18 ദിവസം നീണ്ട തിരച്ചിലിൽ 48 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 11 പേരെക്കുറിച്ചുള്ള വിവരം ഇന്നും അജ്ഞാതമാണ്. ചില സന്നദ്ധ സംഘടനകളും സ്വകാര്യ വ്യക്തികൾ സ്പോൺസർ ചെയ്ത നിർമ്മാണങ്ങളും മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 600ഓളം വീടുകൾ സ്പോൺസർ ചെയ്തെങ്കിലും അതിന്റെ 4/1 മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ദുരന്തം നടന്ന 20ാമത്തെ ദിവസം സംസ്ഥാന സർക്കാർ നടത്തിയ റീബിൽഡ് നിലമ്പൂർ പ്രഖ്യാപനം കടലാസിൽ മാത്രമായി ഒതുങ്ങി. വീണ്ടും ജനങ്ങളെ ഭീതിയിലാഴ്ത്തി കാലവർഷം തിമിർത്ത് പെയ്യുകയാണ്. ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന പ്രാഥമിക ഉത്തരവാദിത്വം പോലും നിർവഹിക്കുന്നതിൽ ഇടതു സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ്. 2014 നിലമ്പൂർ ബൈപ്പാസ് നിർമ്മിക്കുന്നതിന് ഭൂമി ഏറ്റെടുത്തെങ്കിലും 1 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും തുടങ്ങിയിടത്തു തന്നെ നിൽക്കുന്നു. കൂടാതെ ഭൂ ഉടമകൾക്ക് അതിന്റെ തുക നൽകിയിട്ടുമില്ലെന്നു മാത്രമല്ല, ഭൂമിയുടെ ക്രയവിക്രയം നടത്താൻ പോലും സാധിക്കുന്നില്ല. നാടുകാണി പരപ്പനങ്ങാടി 12 അടി പാത, മലനാട് ഇടനാട് തീരപ്രദേശം പാത തുടങ്ങി കോടികൾ ചെലവഴിച്ച പദ്ധതികൾ ഇന്നും പൂർത്തീകരിക്കാനായിട്ടില്ല. എടക്കര ബൈപ്പാസ് പദ്ധതി എവിടെയും എത്തിയിട്ടില്ല. ആരോഗ്യ മേഖല നേരിടുന്ന പിന്നാക്കാവസ്ഥ വിവരണാതീതമാണ്. ജില്ലാ ആശുപത്രി വികസനത്തിന് സ്കൂളിന്റെ ഭൂമി ഏറ്റെടുക്കുന്നത് അനന്തമായി നീളുന്നു. കാർഡിയോളജി ചികിത്സ ഇവിടെ ലഭ്യമല്ല. ഇന്നും ജനങ്ങൾക്ക് ആശ്രയം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രമാണ്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ് എന്നിവ വർഷങ്ങളായി വികസനമില്ലാതെ കിടക്കുന്നു. ഗവൺമെന്റ് കോളേജിന് സ്ഥലം അനുവദിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും സ്ഥാപനം ഇന്നും വാടക കെട്ടിടത്തിൽ തുടരുന്നു. നിലമ്പൂരിലെ ആദിവാസി ജനവിഭാഗം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് നാളിതുവരെ ക്രിയാത്മകമായ പരിഹാരം ഉണ്ടായിട്ടില്ല. പാർപ്പിടം, ഗതാഗത സൗകര്യം, ഭൂമിയുടെ ഉടമസ്ഥാവകാശം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റപ്പെട്ടിട്ടില്ല. മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയ പാലം പുനർനിർമ്മിക്കാനോ ബദൽ സംവിധാനം ഒരുക്കാനോ നാളിതുവരെ സർക്കാരിനു സാധിച്ചിട്ടില്ല. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണിത്. കഴിഞ്ഞ 3 മാസത്തിനിടെ 2 ജീവനുകളാണ് ഇവിടെ വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത്. നഷ്ടപരിഹാരം പോലും പൂർണ്ണമായി നൽകിയിട്ടില്ല. വന്യമൃഗശല്യം മൂലം ജനങ്ങൾ കൃഷി ഉപേക്ഷിക്കുകയാണ്. പ്രകൃതിക്ഷോഭം, വന്യജീവി ശല്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള കൃഷിനാശത്തിന് കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. വിവേചനമില്ലാത്ത വികസനത്തിന് SDPI സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വാർത്താ സമ്മേളനത്തിൽ SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PV റഫീഖ്, സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VT ഇഖ്റാമുൽ ഹക്ക്, ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി സംബന്ധിച്ചു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.